നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം 3-ാം ഭാവത്തിലാണ്. ഇത്തിരി വ്യാഴപ്പിഴവുണ്ടെങ്കിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് വ്യാഴത്തോട് ചേർന്നാണ്. അപ്പോൾ ഗുരുഭാർഗോ സംയോഗേ ദിവ്യദാരോ മഹാധനി എന്ന് പറയുന്ന യോഗം വരുന്നത് കാരണം കൊണ്ട് ഭാഗ്യ ഗുണം അനുഭവിക്കാനും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖവും സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും യോഗമുള്ള സമയമാണ്. സഹോദര ഗുണം അനുഭവിക്കുക, അതുപോലെ തന്നെ നല്ല സഹായങ്ങൾ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് നല്ല അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകും. സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക, വീട് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാവുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. എന്നാൽ പോലും 7ര ശനിയാണ്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കർമാധിപതിയാണ് 12 നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥാനചലനം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നാഗദോഷം ഉള്ളത് കാരണം നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ അനുഭവത്തിലേക്ക് വരാതെ ഇരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും അതുപോലെ കേതു പൂജയും ചെയ്യുക. അതേപോലെ തന്നെ സർപ്പബലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ലഗ്നാധിപതി നിൽക്കുന്നത് 6-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ശനിയും ചൊവ്വയും പരസ്പരം കേന്ദ്രത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും നിയമപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അതായത് പോലീസ് കേസ് പോലെയുള്ള കാര്യങ്ങളോ അത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നല്ല വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രാർത്ഥന ഉണ്ടാകാനും ശ്രദ്ധിക്കണം. ലഗ്നാൽ 5-ൽ ആദിത്യൻ ബലവാനാണെങ്കിൽ അവിടെ ഘർണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അത് കാരണം പുത്രം സംബന്ധമായിട്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗമുള്ള സമയം കൂടിയാണ്. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 5-ാം ഭാവത്തിലെ കേതു സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ ഉണ്ടാകുക. അതേപോലെ തന്നെ കാൽപാദത്തിന് വേദന, കൈകൾക്ക് വേദന, ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ദാമ്പത്യ സുഖം അനുഭവിക്കാനും ഭവന സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനും യോഗമുണ്ട്. ഈ സമയത്ത് ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കാരണം 7ര ശനിക്കാലത്ത് എന്തായാലും ധനം നഷ്ടപ്പെടാനുള്ളൊരു യോഗമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഭൂമിയിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുകൂലമാണ്. ഇപ്പം പ്രത്യേകിച്ചും സഹായ സ്ഥാനാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതിനുള്ള സഹായങ്ങളൊക്കെ അന്വേഷിച്ചാൽ കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. അതേപോലെ മാനസിക ടെൻഷനൊക്കെ കുറച്ചിട്ട് പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ കാര്യത്തിലൊക്കെ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യുക. അതേപോലെ തന്നെ 12-ലെ ശനി ഒത്തിരി ദോഷമായത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വ്യാഴപ്പഴമുള്ളത് കാരണം ഭാഗ്യാധിപതിയാണ് അപജയസ്ഥാനത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിച്ചാൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.